ഹേ ഗൈസ്, SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2019 ഒരു ജാപ്പനീസ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സിഗ്നൽ 100 എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഒരു മൂവി ഫുള്ളായിട്ടും ഹൈസ്കൂൾ ക്യാമ്പസ് ഉണ്ടല്ലോ അതിനുള്ളിൽ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതും ഒരു ഹൊറർ സ്റ്റോറി. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അടുത്തടുത്തായിട്ട് ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നു. അത് ഓൺ ദ സ്പോട്ടിലെ സൂയിസൈഡ് ചെയ്ത്. അങ്ങനെ ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാനുള്ള കാരണം എന്താണ്? ആ ക്ലാസ് റൂമിൽ നിന്നും എത്ര കുട്ടികൾ രക്ഷപ്പെട്ടു? ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിങ്ങോടെ അതേപോലെ തന്നെ ചെറിയൊരു പേടിയോടെ നമ്മളെ കാണിക്കുന്ന ഒരു മൂവിയും കൂടിയാണ്. അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാണ്ടതേ നിങ്ങൾ നേരെ ഇവിടേക്ക് വന്നാൽ മതി. കഥ പറയാണ്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഇപ്പം ഈ കഥ തുടങ്ങുന്നത് ജപ്പാനിലെ ഒരു ഹൈസ്കൂൾ കാണിച്ചുകൊണ്ടാണ്. ഇന്നത്തെ ദിവസം ആ ഒരു സ്കൂളിലെ പ്രത്യേകിച്ച് സ്റ്റാഫോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അവരെല്ലാം ഇവിടെ പോയെന്ന് പോലും അറിയത്തില്ല. അതേപോലെ തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആനുവൽ ഡേ വരാൻ പോവാണ്. അതുകൊണ്ട് ഈ സ്കൂളിലുള്ള ഒരുപാട് കുട്ടികൾക്കും ലീവാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സ്കൂളിൽ ഒരേ ഒരു ക്ലാസ്സിൽ മാത്രമേ കുട്ടികളുള്ളൂ. ആ ക്ലാസ്സിലാണെങ്കിലോ ഒരു 20 കുട്ടികളും. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ആ ഒരു സാറാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അയാൾ നല്ലതുപോലെ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെയുള്ള ആ ഒരു സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവരാരും ഈ ഒരു ക്ലാസ് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അവരാണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാറാണെങ്കിൽ ഈ ഒരു സ്കൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അയാൾ ഈ ഒരു സ്റ്റുഡൻസിനോട് പറയും, എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പരം ആരും സംസാരിക്കരുത്, ക്ലാസ് കട്ട് ചെയ്തിട്ട് വെളിയിൽ പോകാമെന്ന് തീരുമാനിക്കുന്നത്, പിന്നെ ക്ലാസ്സിൽ ലേറ്റായിട്ട് വരുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തേ മതിയാവൂ. ഇനിയിപ്പോൾ ഫോളോ ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഈ ഒരു സാറ് ഈ റൂൾസിനെ പറ്റിയെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോഴും ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവരാരും ഇപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു സാറ് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഏകദേശം ഇപ്പോൾ ക്ലാസ് എടുത്ത് കഴിയാറായി. ഇപ്പൊ അവസാനം ഒരു പെണ്ണ് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാറിനാണെങ്കിലും ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ലേറ്റായിട്ട് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ കയ്യിൽ ഒരു CD കൊടുത്തിട്ട് ഓക്കെ എല്ലാ സ്റ്റുഡൻസിനോടും കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയും. എന്നിട്ട് ഈ ഒരു പെണ്ണുണ്ടല്ലോ വന്ന അവളുടെ നെറ്റിയിലേക്ക് അങ്ങനെ കൈവച്ച് തൊടുന്നതും പെട്ടെന്ന് അവളുടെ കണ്ണുകളെല്ലാം മാറിയിട്ട് അവൾ എന്തോ ഹിപ്നോട്ടൈസ് ആയതുപോലെ. ഇപ്പൊ എന്താണ്, ആ ഒരു സാറ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പെണ്ണ് ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ചിട്ട് ആ ഒരു ഹാളിലേക്ക് കൊണ്ടുവന്ന് ഇയാൾ കൊടുത്ത ആ ഒരു CD ആണെങ്കിലും അവിടെ ഇട്ട് പ്ലേ ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇവരെല്ലാവരെയും കൊണ്ടുവന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവളും ഇവരോടൊപ്പം തന്നെ ഇരുന്ന ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. അതുപോലെ ഇവരെല്ലാവരും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വീഡിയോ ഫുട്ടേജ് ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ട് തീരാറാകുമ്പോഴത്തേക്കും അവരുടെ എല്ലാവരുടെയും മൈൻഡിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓടുന്നുണ്ട്. അത് അവരുടെ മുഖത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇവരെല്ലാവരും തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പൊ അവസാനമായിട്ട് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ ലേറ്റ് ആയിട്ട് വന്ന ആ ഒരു പെണ്ണ് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അവൾ അവളുടെ കൺട്രോളിൽ തന്നെയാണോ ഒന്നും അറിയത്തില്ല. അവളിപ്പോ ആ ഒരു സ്കൂളിന്റെ മുകളിലേക്ക് കയറി നിന്നിട്ട് പെട്ടെന്ന് താഴേക്ക് ചാടി അവൾ സൂയിസൈഡ് ചെയ്യുന്നു. ക്ലാസ്സിലുള്ള മറ്റു സ്റ്റുഡൻസ് എല്ലാം അവളെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മുന്നേ തന്നെ അവൾ താഴേക്ക് വീഴുന്നത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അവളെ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഓടി വന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു പെണ്ണ് താഴെ വീണിട്ട് മരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് ആ ഒരു ക്ലാസ്സിലുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഈ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ ആരും അറിയാതെ ക്ലാസ്സിലേക്ക് ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവൻ വിളിക്കാനായിട്ട് വരുന്നതും ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും ഇത് കാണുന്നുണ്ട്. ഇവനാണെങ്കിലോ ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. കോളും പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഇവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവന്റെ കൺട്രോളിൽ പോലും ഇല്ലാതെ സ്വയം അവന്റെ കൈ അവൻ തന്നെ കടിക്കുന്നു. അതുമല്ല ഭയങ്കര കൊടൂരമായിട്ട് ആ ഒരു പയ്യനും അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ക്ലാസ്സിലെ ബാക്കി സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഇവർക്കാർക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഒരു സ്റ്റുഡൻസ് ആണെങ്കിലോ ഇതെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി കുറുക്ക് വഴിയെല്ലാം രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി അങ്ങനെ തന്നെ ഓടുന്നതും. ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ കൺട്രോളിലല്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയോ ട്രിഗർ ആവുന്നത് പോലെ. ഇപ്പൊ എല്ലാവരും അവരുടെ കൺട്രോൾ വിട്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്യുന്നു. ഇപ്പൊ ആർക്കും എന്ത് സംഭവിക്കുന്നറിയാതെ എല്ലാവരും അന്നം വിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പുതിയ സാറുണ്ടല്ലോ അയാൾ ക്ലാസ്സിനകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ഇവരോട് പറയും, ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിങ്ങൾ എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണല്ലേ, എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. അതൊക്കെ അറിയുന്നതിന് മുന്നേ ഈ സ്കൂളിൽ ഒരു 100 റൂൾസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇതൊന്നും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ ഒരു റൂൾസ് ഫോളോ ചെയ്യണം. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ 100 റൂൾസും നിങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. ഓരോ റൂൾസും കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഈ ഒരു 100 റൂൾസും ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ എല്ലാവരും ജീവനോടെ ഉണ്ടാവത്തുള്ളൂ എന്നാ ഒരു സാർ പറയുന്നതും. ഇതിൽ പേടിച്ചു പോയ ഒരു പെണ്ണാണെങ്കിലോ അവൾ പേടിച്ചിട്ട് അവൾ ഒളിച്ചുകൊണ്ടുവന്ന ആ ഒരു ഫോൺ എടുത്ത് അവളുടെ അമ്മയെ വിളിക്കുന്നു.
പക്ഷെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഫോൺ വിളിക്കുന്നത് അല്ലെങ്കിൽ ഫോൺ കൊണ്ടുവരുന്നത്, അത് ഈ ഒരു 100 റൂൾസിലുള്ളത്. ഇപ്പൊ ഇവൾ ഇതുപോലെ ആ ഒരു റൂൾ തെറ്റിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ കൺട്രോൾ വിട്ട് അവളുടെ നാക്ക് തന്നെ അവൾ കടിച്ചു മുറിച്ച് ഭയങ്കര കൊടൂരായിട്ട് ആ ഒരു പെണ്ണും അവിടെ വെച്ച് സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോവാണ്. അപ്പൊ ഈ ഒരു പെണ്ണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോയിനും അടുത്ത് നിന്ന് തന്നെ കാണുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ബാക്കിയുള്ളവർക്ക് വലിയ രീതിയിൽ പേരോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും മരിച്ചു പോകാൻ പോവാണ്. ഇപ്പൊ ഇതെല്ലാം കാരണം ഈ ഒരു ക്ലാസ്സിലുള്ള വേറൊരു പയ്യനുണ്ടല്ലോ, അവൻ ആ ഒരു സാറിനെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് മര്യാദയ്ക്ക് ഞങ്ങൾ എല്ലാവരും വെറുതെ വിട്ടോ, നിങ്ങൾ എന്താ ചെയ്യുന്നതെല്ലാം ചോദിച്ച് അയാളെ ഭീഷണിപ്പെടുത്തുന്നത്. ആ ഒരു സാറാണെങ്കിലോ, ദേ നിന്നെ ഞാൻ ഇതുവരെ ഈ ഒരു സ്കൂളിൽ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ആരും ഓവറായിട്ട് ടെൻഷൻ അടിക്കരുത്, അതേപോലെ തന്നെ പേടിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൂൾസിന്റെ കാര്യം അത് നിങ്ങൾ മറന്നുപോകുമെന്ന് പറയും. അതുപോലെ ഇപ്പോൾ നീ എന്നോട് ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇതിൽ എന്തോ ഒരു കാര്യം നിനക്ക് ട്രിഗർ ആവുന്നുണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ഒരു പയ്യനുണ്ടല്ലോ, അവനും എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നിട്ട് ഓടി വന്ന് അവിടെയുള്ള ആ ഒരു ചുമരിൽ തന്റെ തല കൊണ്ട് കുറേ നേരം ഇടിച്ചിടിച്ച് ആ ഒരു പയ്യനും അവിടെ വെച്ച് മരിക്കുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ആ ഒരു സാർ ഇവരോട് പറയും, ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരോടും ഒരു തവണ കൂടി ഞാൻ പറയാം, ഇവിടെയുള്ള ഈ ഒരു റൂൾസ് അതൊന്ന് തെറ്റിക്കാതെ നോക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് അവൻ ആ ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് വരുമ്പോൾ അവൻ ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും പെട്ടെന്ന് ഒരു പയ്യൻ അവന്റെ പിറകെ വന്നിട്ട് ആ ഒരു സാറിനോട് ചോദിക്കും, സാർ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, പിന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം, അതിനുള്ളൊരു വഴിയെങ്കിലും ഞങ്ങളോട് പറയാൻ പറയുമ്പോൾ ആ ഒരു സാർ പറയും, ദേ എന്നോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഈ ക്ലാസ് വിട്ട് വെളിയിലേക്ക് വരരുത്, ചിലപ്പോൾ അതും ഈ ഒരു റൂൾസിലുണ്ടാവാം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഇവർക്കെല്ലാവർക്കും ഈ ഒരു ക്ലാസ് റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ തന്നെ നല്ല പേടിയായിപ്പോയി. ഇപ്പൊ ക്ലാസ് റൂമിൽ നിന്ന് വെളിയിലേക്ക് വന്നാൽ തന്നെ എന്തെങ്കിലും റൂൾസ് ഇവർ ചിലപ്പോൾ തെറ്റിച്ചാലോ എന്നുള്ള പേടിയാണ്. അങ്ങനെ എല്ലാവരും ക്ലാസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ വെളിയിലേക്കും പോകാൻ കഴിയത്തില്ല, ആരുടെ സഹായം ചോദിക്കാൻ കഴിയത്തില്ല. അങ്ങനെ കുറേ നേരം എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ ഇതിലൊരു പയ്യനുണ്ട്, അവന്റെ പേര് വേടെന്നാണ്. അവൻ ഇപ്പോൾ എല്ലാവരോടും പറയും, അല്ല നിങ്ങൾ എന്തെങ്കിലും പേടിച്ചിരിക്കുന്നേ, എത്ര നേരം എന്ന് പറഞ്ഞ് ഈ ക്ലാസ്സിനകത്ത് തന്നെ ഇരിക്കും, അതുകൊണ്ട് എനിക്കിതിനൊന്നും പേടിയില്ല, എന്ത് സംഭവിച്ചാലും ഞാൻ വെളിയിലേക്ക് പോകുമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ക്ലാസ്സിന് വെളിയിൽ ഇറങ്ങിയിട്ടും അവനൊരു കുഴപ്പം സംഭവിക്കുന്നില്ല. ഇപ്പൊ ഇതുകൂടി കാണുന്നത് ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്റെ പൊന്നു മക്കളെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടാണ്. എന്നിട്ട് എല്ലാവരും സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ് ഓടി ഓടി. ഈ ഒരു സ്കൂൾ ക്യാമ്പസിന്റെ ഗേറ്റ് ഉണ്ടല്ലോ, അത് കടക്കാൻ വേണ്ടി അതിലൊരു പെണ്ണാണ് ആദ്യം ഓടുന്നത്. അവൾ ഓടി വന്ന ആ ഒരു ഗേറ്റ് കടന്ന് വെളിയിലേക്ക് വരുന്നതും ഈ സ്കൂളിന്റെ ആ ഒരു റൂൾസ് ഉണ്ടല്ലോ അതിലൊന്ന് തെറ്റിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അവൾ തന്നെ അവളുടെ തല സ്വയം പിടിച്ച് ഒരു ഒറ്റ തിരിപ്പ് അവിടെ വെച്ച് തന്നെ ആ ഒരു പെണ്ണ് മരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് റൂൾസ് തെറ്റിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ ഈ ഒരു സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയാലാണ് പ്രശ്നം. അപ്പൊ ഇവരെല്ലാവരും തീരുമാനിക്കും റോഡിലൂടെ പോകുന്ന ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിച്ചിട്ട് രക്ഷപ്പെട്ട് പോവാന്ന്. അങ്ങനെ ഇവര് അലറി വിളിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ആരുടെ സഹായം ചോദിച്ചാലും നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല, പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ വിളിക്കാന്ന് വിചാരിച്ചാലും അതും ഒരിക്കലും കഴിയത്തില്ല, കാരണം ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് വന്നത്. അതുപോലെ കുറച്ച് നാളുകൂടി കഴിഞ്ഞാലേ ഇവിടെ ഒരു ഇവന്റ് വരാൻ പോയല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളും കുറച്ച് നാളത്തേക്ക് വീട്ടിലേക്ക് വരത്തില്ല, എല്ലാവരും സ്കൂളിൽ തന്നെ കാണും എന്ന് ഞാൻ നേരത്തെ തന്നെ എല്ലാ പേരൻസിനോടും വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആ ഒരു സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും സാറിനോട് എങ്ങനെയാണ് ഡൗട്ട് ചോദിക്കുന്നത്. അതുപോലെ ഒരു പെണ്ണ്, സാർ എനിക്കൊരു ചോദ്യമുണ്ട്, റൂൾസിനെ പറ്റി ഞങ്ങൾ എങ്ങനെ അറിയുന്നത്, അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് വെളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും എന്നെല്ലാം. എന്നാൽ ആ ഒരു പെണ്ണ് ഈ ഡൗട്ട് ചോദിക്കുന്ന പോലെ ചോദിക്കുമ്പോഴത്തേക്കും ഈ റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാതെയാണല്ലോ ഇതുപോലെ ഒരു കാര്യം ചോദിച്ചത്, അതുകൊണ്ട് ആ ഒരു സാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരെല്ലാവരും വീണ്ടും ക്ലാസ്സിനുള്ളിലേക്ക് തന്നെ കൊണ്ടുപോകും. നിങ്ങൾ ആർക്കൊക്കെ വെളിയിലേക്ക് പോകണോ അവരെല്ലാവരും ഈ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്തിരുന്നാൽ മാത്രം മതി, പക്ഷേ നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഒരു സ്കൂൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്ന ആ ഒരു 100 റൂൾസും ഒളിഞ്ഞിരിപ്പുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാറുണ്ടല്ലോ അയാൾ ക്ലാസ്സിന്റെ അടുത്ത് നിന്നും നേരെ താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം അയാൾ മരിച്ചു പോകുന്നു. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ്. ഇവരെല്ലാവരും ഇന്നത്തെ ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റാഫിനെ പോലും ഈ ഒരു സ്കൂളിൽ അവർ കണ്ടിരുന്നില്ല. അതുപോലെ ഇപ്പോൾ വന്ന് ഈ ഒരു സാറ് പറയാണ് അയാൾ പുതിയ സ്റ്റാഫാണെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കൂളിലെ കുട്ടികളെല്ലാവരും സൂയിസൈഡ് ചെയ്ത് മരിക്കാനുള്ള കാരണം ഇയാളാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് സ്കൂളിന്റെ പല ഭാഗങ്ങളിലേക്കും പോയിട്ട് ആ ഒരു 100 റൂൾസിനെ പറ്റിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ടീച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇവർ 3 ഗ്രൂപ്പ് ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ പോയേക്കാണ്. വേടെന്ന് പറഞ്ഞ അവന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ നേരെ ലൈബ്രറിയിലേക്കും, നമ്മുടെ ഹീറോയിന്റെ ഗ്രൂപ്പ് ആണെങ്കിലോ ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്കും, ഇപ്പൊ എന്തിനാണ് ഗ്രൂപ്പ് ആയതെന്ന് അറിയാത്ത ആ ഒരു ഗ്രൂപ്പ് ആണെങ്കിലോ സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വേടിന്റെ ഗ്രൂപ്പ് ലൈബ്രറിയിലേക്ക് പോയല്ലോ, അവർക്കൊരു ബുക്ക് കിട്ടുന്നുണ്ട് 90-80 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിനെ പറ്റി. അവരെല്ലാവരും ഏകദേശം ഒരു സൈക്കോയെ പോലെയാണ്.
അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ആരെ കണ്ടാലും അവർക്ക് ദേഷ്യം വരും. ഇതുപോലെയുള്ള ആളുകളെല്ലാം കൊണ്ടുവന്നിട്ട് അവർക്കെല്ലാവർക്കും ഒരു വീഡിയോ ഫുട്ടേജ് കാണിച്ചു കൊടുക്കും. ആ ഒരു വീഡിയോ ഫുട്ടേജിൽ കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ അത് കാണുന്നവരുടെ മൈൻഡ് മൊത്തമായിട്ട് കൺട്രോളും ചെയ്യും, ഈ ഡോക്ടർമാർ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെ. അങ്ങനെ അവർ ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം ആ ഒരു കൾട്ട് ഗ്രൂപ്പിലുള്ള ആളുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ അവർ ഹിപ്നോട്ടൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് ചെയ്യത്തില്ല എന്ന് പറയുന്നവരെ കൊല്ലുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ വേടിന് കിട്ടിയ ആ ഒരു ബുക്കിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഒരു കൾട്ട് ഗ്രൂപ്പിനെ പറ്റിയുള്ള, അതിനെപ്പറ്റി ഇവരോട് പറയുമ്പോഴത്തേക്കും ആ ഒരു ബുക്ക് സത്യത്തിൽ മൊത്തമായിട്ടും ഇംഗ്ലീഷിലാണ് അച്ചടിച്ചിട്ടുള്ളത്. അതുമല്ല നമ്മുടെ വേടിന്റെ ഗ്രൂപ്പിലുള്ള മറ്റു സ്റ്റുഡൻസിനാണെങ്കിലോ ജാപ്പനീസ് മാത്രമേ നല്ലതുപോലെ വായിക്കാൻ അറിയത്തുള്ളൂ. ഇപ്പോൾ വേടാണെങ്കിലോ അവന്റെ കൂടെയുള്ളവർക്കും ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് അവൻ ഇംഗ്ലീഷ് വായിക്കുന്നത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും അവൻ മറച്ചു വെക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു ബുക്ക് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ബുക്കിൽ ഒരു 50 റൂൾസിനെ പറ്റി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു 50 റൂൾസിനെ പറ്റിയും പറഞ്ഞ് അതെല്ലാം ബോർഡിലും എഴുതിയിരുന്നു. പക്ഷേ ഈ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേട് കണ്ടുപിടിച്ച ആ ഒരു ബുക്കിൽ 60 റൂൾസ് ഉണ്ടായിരുന്നു മൊത്തമായിട്ടും. അതിൽ 10 എണ്ണത്തെ പറ്റി ഒരിക്കലും അവൻ ഇവരോട് പറയത്തില്ല. വേറൊന്നുമല്ല, അവനിപ്പോൾ സെൽഫിഷായിട്ട് ചിന്തിക്കുകയാണ് ഈ ഒരു സ്കൂൾ ക്യാമ്പസിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട്, അതും തനിച്ച്. ആ ഒരു ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ഒരാൾക്ക് മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവൻ ഇതുപോലെ മറ്റുള്ളവരിൽ നിന്നും ആ ഒരു 10 റൂൾസ് മാത്രം മറച്ചു വെക്കുന്നത്. ഇപ്പൊ ആ ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരോട് എന്തെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞാൽ അവർ സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് ആരോ ഒളിപ്പിച്ചു വെച്ചിരുന്ന മദ്യ കുപ്പിയെടുത്ത് അതെടുത്ത് എല്ലാവരും കഴിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു 100 റൂൾസിലെ അവർ ഈ ഒരു മദ്യം കഴിച്ചതുകൊണ്ട് ഏതോ ഒരു റൂൾ മാത്രം തെറ്റിച്ചു. അത് കാരണം എന്താണ്, ഇവരെല്ലാവരും ആ ഒരു സ്റ്റോർ റൂമിനകത്ത് തന്നെ സൂയിസൈഡ് ചെയ്ത് മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് പോലെ അറിയാത്ത ഇവര് അതേപോലെ തന്നെ മരിക്കുകയും ചെയ്യാണ്. ഇപ്പൊ ഇതേ സമയം വീണ്ടും വേടിനെ കാണിക്കുമ്പോൾ വേട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും അവന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണുണ്ട്, അവളുമായിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ പെണ്ണ് എന്തോ അവനെ കിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നതും ഈ 100 റൂൾസിലെ എന്തോ ഒരു റൂള് വീണ്ടും അവൾ തെറ്റിച്ചു എന്ന് മനസ്സിലായി, അവൾ ബ്രേക്ക് ചെയ്തു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ മൈൻഡ് കൺട്രോൾ ആയിട്ട് അവളും ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്യുന്നു. സത്യത്തിൽ ഈ ഒരു പെണ്ണ് മരിച്ചു പോകാൻ കാരണം തന്നെ നമ്മുടെ വീടാണ്. കാരണം ഈ ക്ലാസ്സിലുള്ള ഓരോരുത്തരെ കൊന്നാൽ മാത്രമേ അവൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ലൈബ്രറിയിൽ നിന്നും കിട്ടിയ ആ ഒരു ബുക്കിൽ 50 റൂൾസിനെ പറ്റിയാണല്ലോ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞത്. ബാക്കിയുള്ള ആ ഒരു 10 റൂളിൽ ഒന്നായിരുന്നു ഈ ഒരു പെണ്ണ് തെറ്റിച്ചത്. അപ്പൊ ആ ഒരു റൂൾസ് വെച്ച് തന്നെ മറ്റുള്ളവരെയും കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ വേട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെണ്ണിനെ അവൻ കൊന്നതും. ഇനിയിപ്പോ അടുത്തത് ആരെയാണ് കൊല്ലേണ്ടത് എന്നും അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള മൈക്ക്, അവൻ നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ഗ്രൂപ്പിലാണുള്ളത്. അതുമല്ല മൈക്ക്, ജേഡ് ഇവർ തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു പോകത്തില്ല. അപ്പോൾ മൈക്ക് തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഈ വേടിനെ ആരും വിശ്വസിക്കരുത്, അവനൊരു സെൽഫിഷാണ്. അവൻ എന്ത് കാര്യം നേടണമെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നത്തെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനെ പറ്റിയോ അവൻ ചിന്തിക്കാറില്ല. അതുകൊണ്ട് ആരും അവനോട് കൂട്ടുകൂടരുന്നല്ല നമ്മുടെ ഹീറോ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്. ഇപ്പോൾ ഒരു പെണ്ണ് പെട്ടെന്ന് ഓടി ക്ലാസ്സിലേക്ക് വരികയാണ്. എല്ലാവരും എന്ത് കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇല്ല എന്റെ ഫ്രണ്ട് അവസാനമായിട്ട് സംസാരിച്ചത് വേടിനോടൊപ്പമാണ്. അവൾ കുറെ നേരമായിട്ടും തിരിച്ചു വരാത്തത് കൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ കഴുത്ത് മുറിച്ച് അവൾ മരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് കാരണക്കാരൻ വേടാണെന്ന്. അവനോടൊപ്പം നിൽക്കുമ്പോഴത്തേക്കാണ് എന്റെ ഫ്രണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ ഈ കാര്യം കേട്ടത് നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള ഒരു പയ്യൻ വേടിനെ കാണാൻ വേണ്ടി നല്ല വേഗതയിൽ ഓടുന്നു. അങ്ങനെ ഈ ഒരു പയ്യൻ ഓടി വരുന്നത് കാണുന്നതും വേടും ഇത് കണ്ടിട്ട് പേടിച്ചോടാണ്. അങ്ങനെ കുറെ ദൂരം ഓടിയിട്ട് അവസാനം ആ ഒരു പയ്യൻ നമ്മുടെ വേടിനെ പിടിക്കും. എന്നിട്ടാണ് ആ ഒരു പയ്യൻ ചോദിക്കുന്നത്, എനിക്കറിയാം എന്റെ ഫ്രണ്ട് മരിക്കാനുള്ള കാരണക്കാരൻ നീയാണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നീ ഒരു സെൽഫിഷ് ആണെന്നും നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നും. അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനല്ലേ എന്റെ ഫ്രണ്ടിനെ നീ കൊന്നത്. അപ്പോൾ നമ്മുടെ വേടാണെങ്കിലോ ഇതൊന്നും അവൻ കാരണമല്ല സംഭവിച്ചെന്നുള്ള രീതിയിൽ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഈ വന്ന ആ ഒരു പയ്യനാണെങ്കിൽ കയ്യിലൊരു ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വേടിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഓക്കെ നിനക്കല്ലേ മറ്റുള്ളവരെ പറ്റി അതേപോലെ തന്നെ നിന്നെ പറ്റിയും ഒരു ടെൻഷനും ഇല്ലാത്തത്, അങ്ങനെയാണെങ്കിൽ നീ ഒരു ഡ്രിങ്ക് കുടിക്കും, അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനും അത് കുടിക്കാം എന്ന് പറയുന്നതും ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേടും ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നു, അതേപോലെ തന്നെ ആ ഒരു പയ്യനും ഡ്രിങ്ക് കുടിക്കുന്നു. ഇപ്പൊ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് എന്തോ ഒരു റൂള് ഇവർ ബ്രേക്ക് ചെയ്തു. പക്ഷെ ആ ഒരു പയ്യൻ മാത്രം അവൻ കുടിച്ചോണ്ടിരുന്ന ആ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് അത് ശരീരത്തിലേക്ക് കുത്തി അവൻ മരിക്കാൻ പോവാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ വേട് മാത്രം മരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവൻ ആ ഒരു ഡ്രിങ്ക് സത്യത്തിൽ കുടിച്ചിട്ടില്ലായിരുന്നു. അവൻ വെറുതെ വായിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. കുടിക്കുന്നത് പോലെ ഇവനെ കാണിച്ചു കൊടുത്തതാണ്. അതുപോലെ നമ്മുടെ ഹീറോയിന് മനസ്സിലായി ഇതുപോലെ വേട് മറ്റുള്ളവരുടെ മുന്നിൽ ഇതുപോലെ നല്ലവനെ പോലെ അഭിനയിച്ച് എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ ഈ കാര്യം കണ്ടുപിടിക്കുന്നതും വേട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവരുടെ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാവരും അവിടേക്ക് വരുന്നത് നമ്മുടെ ഹീറോയിൻ അവരോടെല്ലാവരോടും നടന്ന കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ വേട് നമ്മളെ എല്ലാവരെയും കൊന്നിട്ട് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേടിനെ പറ്റി നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം ക്ലാസ് റൂമിൽ നമ്മുടെ വേടിന് കിട്ടിയതുപോലെ ആ ഒരു റൂൾസ് അടങ്ങിയ ബുക്കുണ്ടല്ലോ, അതേ ബുക്ക് വേറൊരു പെണ്ണിനെ കിട്ടുന്നു. പക്ഷെ അതാണെങ്കിലോ ജാപ്പനീസിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബുക്ക് വായിച്ച് കഴിയുന്നതും അവൾക്ക് മനസ്സിലായി ഇതുപോലെ വേട്
വെറും 50 റൂൾസ് മാത്രം ഇവർക്കെല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി 10 റൂൾസ് അവൻ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ ഇതിൽ വെറും 50 റൂൾസ് മാത്രമല്ല 60 റൂൾസ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരോടും പറയുന്നതും ഇതിലൊരു പയ്യനാണെങ്കിലോ അങ്ങനെയാണോ, ശരി, എനിക്ക് മാത്രമേ ആ ഒരു 60 റൂൾസും അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇതിലൊരു കണ്ണടിട്ട പയ്യൻ ഓടി വന്നിട്ട് ആ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ബുക്ക് അവളുടെ പെർമിഷൻ ഇല്ലാതെ തട്ടിപ്പിടിച്ചു വാങ്ങി അത് വായിക്കാൻ ശ്രമിക്കുന്നതും. ഇപ്പൊ ഇവൻ ചെയ്തതും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു റൂൾ ബ്രേക്ക് ആയതുകൊണ്ട് ആ ഒരു പയ്യനും അവന്റെ കൺട്രോൾ വിട്ടിട്ട് അവൻ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. എന്താന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു വയറ് വലിച്ചു പൊട്ടിച്ച് അതിലുള്ള കറണ്ട് എടുത്ത് വായിലേക്ക് വെച്ച് അവൻ തന്നെ സ്വയം മരിക്കാൻ പോകുന്നു. അങ്ങനെ അവസാനം ആ ഒരു പയ്യനെ മരിക്കുന്നു. ഇപ്പൊ ആ ഒരു പെണ്ണ് ആ ഒരു ബുക്ക് എടുത്തിട്ടാണ് പറയുന്നത്, ഇനി ആർക്കെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ബുക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ഇതേ അവസ്ഥയായിരിക്കും എന്ന് പറയുന്നതും. ഇപ്പൊ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പേടിച്ചു നിൽക്കാണ്. കാരണം ഇവൾ അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ കറക്റ്റ് സമയത്ത് അവിടേക്ക് വേട് വരുന്നുണ്ട്. അപ്പോൾ വേട് വന്നിട്ട് പറയും, ദേ എന്റെ ബുക്കിൽ ഒരു 60 റൂൾസ് ഉണ്ട്, അവളുടെ ബുക്കിലും അതുപോലെ 60 റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് വിട്ട് നമുക്ക് വെളിയിലേക്ക് പോവാം, ഇവിടെ വിട്ട് രക്ഷപ്പെട്ട് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്നോടൊപ്പം ആരൊക്കെ വരുന്നു, അല്ല ഞങ്ങളോടൊപ്പം ആരൊക്കെ വരുന്നു എന്ന് ചോദിക്കുന്നതും. ഇപ്പോൾ വീടിനോടൊപ്പം തന്നെ ആ ഒരു പുതിയ പെണ്ണുണ്ടല്ലോ ബുക്ക് കിട്ടിയ, അവളും അവന്റെ പാർട്ണറായിട്ട്. ഇപ്പൊ ആ ഒരു പെണ്ണിന്റെ പേര് കിം എന്നാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ബാക്കിയുള്ള സ്റ്റുഡൻസിനെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഇവരോടൊപ്പം കൊണ്ടുപോവാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലോ വീടിനെ ഒന്നും ചെയ്യാനും കഴിയത്തില്ല. കാരണം അടിച്ചു കഴിഞ്ഞാൽ അതും ഏതെങ്കിലും ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് വീടിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ മൈക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കാനല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ ഇതേ സമയം കിമ്മും അതേപോലെ തന്നെ വീടും ഇവർ രണ്ടുപേരും ആ ഒരു ബുക്കുമായിട്ട് ഈ ഒരു സ്റ്റുഡൻസിനെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഇവർക്ക് മാത്രം അറിയാവുന്ന ആ ഒരു റൂൾസ് ഉണ്ടല്ലോ, അധികമായിട്ടുള്ള ആ ഒരു റൂൾസ്, അതിലൊരു റൂൾ വെച്ചിട്ട് ഇതിലൊരു സ്റ്റുഡന്റിനെ കൊല്ലാൻ വേണ്ടി ഇവർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. വേറൊന്നുമല്ല, ചുറ്റിനുള്ള 7 പേര് ഇതിൽ ആരെങ്കിലും ഒരാളെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്ത് മരിക്കും. അപ്പൊ ഈ ഒരു കാര്യം വേട് ചെയ്യാൻ പറയുന്നതും ഇവർക്ക് വേറെ വഴിയില്ലാതെ ഇവരെല്ലാവരും കൈ ചൂണ്ടുന്നതോ അതിലുള്ളൊരു പയ്യന്. അങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്ക് എന്താണ്, ഇവൻ അവന്റെ കഴുത്തിൽ പിടിച്ചിട്ട് സ്വയം കഴുത്തി ഞെരിച്ച് അവൻ അവിടെ വെച്ച് മരിക്കുന്നു. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കിമ്മിനും അതേപോലെ തന്നെ വീടിനും നല്ല സന്തോഷം. ഇവര് രണ്ടുപേരും സൈക്കോളെ പോലെ ചിരിക്കാണ്. കാരണം രണ്ടുപേർക്ക് മാത്രം രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതെല്ലാം കണ്ട് ഇവരുടെ ഗ്രൂപ്പിലുള്ള ആ ഒരു ബാക്കിയുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരും പേടിച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഓടിപ്പോവും. അതുകൊണ്ട് ഇവര് രണ്ടുപേരും വീണ്ടും തീരുമാനിക്കാണ്, ഇവർക്കറിയാവുന്ന ആ ഒരു 10 റൂൾസ് അത് വെച്ചിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഭീഷണിപ്പെടുത്താം എന്ന് അവര് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോയിൻ അതേപോലെ തന്നെ മൈക്ക് ഇവര് രണ്ടുപേരും വീടിനും കെമ്മിനും ഏകദേശം ഒരു 60 റൂൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ 40 റൂൾസ് ഇനിയും ബാക്കിയുണ്ട്. ആ ഒരു 40 റൂൾസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവരെ രണ്ടുപേരും ഭീഷണിപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുമെന്നും പറഞ്ഞ് ഹീറോയിനും മൈക്കും ആ ഒരു റൂൾസ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ വേട് ആ ഒരു 40 റൂൾസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിനും മൈക്കും രണ്ടുപേരും ഓരോ റൂമുകളായിട്ട് പോയി അന്വേഷിക്കുകയാണ്. അങ്ങനെ പൂട്ടിയിട്ട ഓരോ മുറികൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ഇതിലെ 2 സ്റ്റുഡൻസ് റൂൾസ് ബ്രേക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു മുറിക്കകത്ത് അവർ മരിച്ചിരിക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും മാത്രം എങ്ങനെ മരിച്ചു? അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു സ്കൂൾ ക്യാമ്പസിനുള്ളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഈ പുതുതായിട്ട് വന്ന ടീച്ചർ ഉണ്ടല്ലോ, അയാളായിരിക്കണം ഇവരെ രണ്ടുപേരും കൊന്നത് എന്ന് ഹീറോയും മനസ്സിലാക്കും. അങ്ങനെ ഇവര് രണ്ടുപേരും ഈ ഒരു സ്കൂളിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ച് എവിടെ അന്വേഷിച്ചിട്ടും ബാക്കിയുള്ള 40 റൂൾസ് അവർക്ക് കണ്ടുപിടിക്കാണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലം പോലെ അന്വേഷിക്കുകയില്ലാതെ അവസാനം ഇവര് അവരുടെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ആ ഒരു ബോർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരുടെയും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുതിയ ടീച്ചർ ഇവിടേക്ക് വന്ന് അയാൾ ആദ്യം തന്നെ ബോർഡിൽ കുറച്ച് റൂൾസ് എല്ലാം എഴുതി വെച്ചിരുന്നല്ലോ. എന്നിട്ട് ഇവരോട് പറയും, ഞാൻ ഈ ഒരു ബോർഡിൽ കുറച്ച് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവാതെ ഇരിക്കത്തുള്ളൂ. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണി കിട്ടുമെന്നല്ല അയാൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഹീറോയിൻ ആ ബാക്കിയുള്ള 40 റൂൾസ് ഉണ്ടല്ലോ അതെന്താണെന്ന് കണ്ടുപിടിക്കും. അത് വേറെ ഒന്നല്ല, ഈ സാധാരണ റൂൾസ് തന്നെയാണ് സ്കൂളിനകത്ത് ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല, പരസ്പരം പറ്റിക്കാൻ പാടില്ല, ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള റൂൾസ് ഉണ്ടല്ലോ, അതായിരുന്നു ബാക്കിയുള്ള ആ ഒരു 40 റൂൾസ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനും മൈക്കും കണ്ടുപിടിച്ചിട്ട് ഇവര് രണ്ടുപേരും ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഈ ഒരു വിവരം അറിയിക്കാന്ന് പറഞ്ഞ് ആ ഒരു റൂൾസ് എല്ലാം എഴുതിയ പേപ്പറുമായിട്ട് ഇവര് രണ്ടുപേരും മറ്റുള്ള സ്റ്റുഡൻസിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കാണ് ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നല്ലത് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലുള്ള ഒരു പെണ്ണിന് നമ്മുടെ ഹീറോയിനെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു പെണ്ണ് എന്താ ചെയ്യുന്നറിയോ, ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഒരുമിച്ച് ചേർത്തിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും അവളുടെ നേർക്ക് കൈയും ചൂടിയാനെ നിൽക്കാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ മൈക്ക്, അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയിനോടൊപ്പം ചേർന്നു. എന്നിട്ട് എന്താണ്, ഇവരെല്ലാവരും എല്ലാ സ്റ്റുഡൻസിനെയും കൈ കാണിക്കുന്നു, അവർ തിരിച്ച് ഇവരെയും കൈ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കുറെ നേരമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേട് അവൻ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരുത്തൻ അത് ഇവൻ മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു സ്കൂൾ ക്യാമ്പസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് അവൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആര് മരിച്ചാലും അവന് ഒന്നുമില്ല,
എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കാണ് അതിലൊരു പെണ്ണ് പറയുന്നത്, നീ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ വേഡിന്റെ കയ്യിലുള്ള ആ ഒരു ഇംഗ്ലീഷ് ബുക്കില്ലേ, അതില് അവൻ അറിയാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. നമ്മളിപ്പോ പെട്ടിരിക്കുന്ന ഈ ഒരു ഹിപ്നോസിസ് അത് ഈ ഒരു ഒറ്റ ദിവസം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നാളത്തെ ദിവസമായി കഴിഞ്ഞാല് നമ്മളെല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് ഈ ഒരു സ്കൂൾ ക്യാമ്പസിൽ നിന്നും ഒരേ ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടാണെങ്കിലോ ഇതെല്ലാം കണ്ടിട്ട് അവനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഈ ഒരു റൂൾസിലുള്ളതുപോലെ ഈ സ്കൂളിലുള്ള കുട്ടികൾ ഒരിക്കലും ഡ്രിങ്ക്സ് കഴിക്കാനോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിൽ ടച്ച് ചെയ്യാൻ പോലും പാടില്ല. അതുകൊണ്ട് അവൻ മാത്രം അവന്റെ ശരീരം മുഴുവൻ കവറാവുന്ന രീതിയിൽ ഒരു റെയിൻകോട്ടും എടുത്തിട്ടുണ്ട്. അവന്റെ കയ്യിൽ അവൻ ഡ്രിങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരുടെ മുകളിലേക്ക് ഈ ഒരു ഡ്രിങ്ക്സ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. കാരണം ഇത് ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡ്രിങ്ക്സ് ടച്ച് ചെയ്തതുപോലെ ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഇവൻ അതുപോലെ തന്നെ ആ ഒരു ഡ്രിങ്ക്സ് എല്ലാവരുടെയും മുകളിലേക്ക് തളിച്ചു കൊടുക്കുന്നതും അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു റൂൾസ് എല്ലാം ബ്രേക്ക് ആയിട്ട് ആ ഹിപ്നോസിസിലുണ്ടായിരുന്ന എല്ലാവരും അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്ത്, അത് പല രീതിയിൽ കൊടൂരായിട്ട് സൂയിസൈഡ് ചെയ്ത് എല്ലാവരും മരിക്കുകയാണ്. അപ്പൊ ഈ ഒരു റൂൾസ് അറിയാവുന്ന 2 പേരും നമ്മുടെ ഹീറോയിനും മൈക്കും മാത്രമാണ്. അതുകൊണ്ട് വേഡ് ഇവരെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇവര് 2 പേരും മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കും. അങ്ങനെ വേഡ് അവിടെ നിന്ന് പോകുന്നതും ഇവര് 2 പേരും തിരിച്ച് അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും മരിച്ചു കഴിഞ്ഞു. അതിലാണെങ്കിൽ ഹീറോയിനോട് ദേഷ്യമുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ അവസാനമായിട്ട് നമ്മുടെ ഹീറോയിനോട് ക്ഷമയെല്ലാം ചോദിച്ച് ഹീറോയിന്റെ മുന്നിൽ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോ എല്ലാവരും മരിച്ചിട്ട് ഇനിയിപ്പോ ബാക്കിയുള്ളത് നമ്മുടെ ഹീറോയിൻ, ഹീറോ, പിന്നെ വേഡ്, കിം എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, ഇവർ 4 പേരും മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈക്ക് ഹീറോയിനോട് പറയുന്നത്, ഇനിയിപ്പോ വേഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അതെന്താണ്, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ തന്നെ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മൈക്ക് നേരെ വേഡിനടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ വേടാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മൈക്കിനും വേഡിനും കുട്ടിക്കാലം മുതൽ തന്നെ നല്ലതുപോലെ അറിയാം. കാരണം ഒരു മത്സരത്തില് നമ്മുടെ മൈക്കും വേടും പങ്കെടുക്കുമ്പോഴത്തേക്കും അതില് മൈക്ക് വേഡിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം വേഡിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം വേഡ് മൈക്കിനെയും അതേപോലെ തന്നെ അവന്റെ ചുറ്റിനുണ്ടായിരുന്ന മറ്റെല്ലാ സുഹൃത്തുക്കളെയും ഒരു ശത്രുവിനെ പോലെ കാണാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ വേഡിന്റെ ലൈഫിൽ സംഭവിച്ചതും അവൻ ഇതുപോലെയാണ് എല്ലാവരെയും കാണുന്നതും. ഇപ്പോൾ നമ്മുടെ മൈക്ക് വന്നിട്ട് വേഡിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇത്ര സെൽഫിഷ് ആവുന്നേ, നീ കാരണം എത്ര പേര് മരിച്ചെന്നറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതിൽ നിന്ന് ചെയ്തത്. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാളെ പോലും എനിക്ക് ഇഷ്ടമല്ല. അവരെല്ലാവരെയും കൊല്ലാനായിട്ട് ഇതുപോലെ ഒരു അവസരം എനിക്ക് കിട്ടുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അവർ പോലും അറിയാതെ ആ ഒരു റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അവരെല്ലാവരും ഞാൻ കൊന്നത്. അല്ലാതെ ഞാൻ നീ പറയുന്നത് പോലെ സെൽഫിഷ് ഒന്നുമല്ല. നിനക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാം. എനിക്ക് എന്റെ ജീവൻ പോയാലും ഒരു കുഴപ്പമില്ല. ഒരു പക്ഷെ നീയാണ് സെൽഫിഷ് എങ്കിൽ ഇതിലൂടെ തന്നെ നമുക്കത് അറിയാമെന്നും പറഞ്ഞ് അങ്ങനെ 2 പേരും ആ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് വേടിന്റെ സുഹൃത്തുണ്ടല്ലോ, ഒരു കണ്ണാടിയുണ്ട്. അപ്പൊ കിം എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണല്ലായിരുന്നു, ഈ ഒരു കണ്ണാടിയാണ്. അവനിപ്പോ ഓടി വന്നിട്ട് നമ്മുടെ വീട് കാരണമാണ് അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും മരിച്ചുപോയത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഓടി വന്ന് അവിടെയുള്ള ഒരു കണ്ണാടി കുപ്പി എടുത്തിട്ട് വേടിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. ഇപ്പൊ വയലൻസ് എന്ന് പറഞ്ഞ ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ കണ്ണാടിയിട്ട പയ്യനും അവൻ പൊട്ടിച്ച ആ ഒരു കുപ്പി എടുത്തിട്ട് അവന്റെ ശരീരത്തിലേക്ക് തന്നെ കുത്തിയിറക്കി അവനും അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 2 പേരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഇപ്പോൾ വേട് അടുത്തില്ലാത്ത സമയത്ത് നമ്മുടെ ഹീറോയിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഓക്കെ എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, ദേ ഈ മരുന്ന് ഇത് നമുക്ക് 2 പേർക്കും കഴിക്കാം, ദേ ഈ ഒരു മരുന്ന് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നാളെ ഒരു ദിവസം അതുവരെ നീ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വീടിനോട് സംസാരിക്കണം. ആ വീട് ഒരു കാരണവശാലും ഈ ഒരു ക്യാമ്പസിൽ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിലോ അടുത്ത ദിവസം രാവിലെ ആവാറായി. ഇപ്പൊ ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാവരും മരിക്കും. അതുകൊണ്ട് ഇവർ 3 പേരും മാത്രം ഈ ഒരു സ്കൂളിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോവാണ്, ടെറസിന് മുകളിലേക്ക്. എന്നിട്ട് മൈക്കാണെങ്കിലോ ഇപ്പൊ 2 പേരോടും അവൻ മനസ്സിൽ കണ്ടുവച്ചേക്കുന്ന ആ ഒരു പ്ലാൻ എന്താണെന്ന് പറയാണ്. ദേ ഇതുപോലെ ആ ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്നും എനിക്ക് 2 മരുന്നുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാല് അടുത്ത ദിവസമാവും. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു ടാബ്ലറ്റ് ആരൊക്കെയാണോ കഴിക്കുന്നത് അവർക്ക് ഈ ഒരു ഹിപ്നോസിസ് ട്രിഗറിൽ നിന്ന് വെളിയിലേക്ക് വരാൻ കഴിയും. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു 2 ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും നമ്മുടെ മൈക്ക് ആൾറെഡി പറഞ്ഞ ആ ഒരു കാര്യം ഹീറോയിനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ആ ഒരു കാര്യം ഹീറോയിൻ ഇപ്പോൾ ഇവരോട് പറയാണ്. ഇപ്പോൾ ഹീറോയിൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരും ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് അടുത്ത ദിവസം ആവുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകും എന്ന് ഹീറോയിൻ പറയുമ്പോൾ മൈക്ക് പറയും, ഇല്ലില്ല നീയാണ് എന്റെ ഫ്രണ്ട്, ഈ ഒരു ടാബ്ലറ്റ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, ഈ ടാബ്ലറ്റ് ഞാൻ നിനക്ക് മാത്രമേ തരത്തുള്ളൂ എന്ന് മൈക്ക് പറയുന്നതും ഇതെല്ലാം കേട്ട് ടെൻഷനായിട്ട് നിൽക്കുന്ന നമ്മുടെ വീടുണ്ടല്ലോ, അവൻ ഇപ്പോൾ ഓടി വന്ന് മൈക്കിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ടാബ്ലറ്റ് അത് തട്ടിപ്പിടിച്ചങ്ങ് വാങ്ങാണ് ഒരെണ്ണം. എന്നിട്ട് അവൻ ആ ഒരു മരുന്നെടുത്ത് കഴിക്കുന്നതും ഇവരോട് 2 പേരോടും പറയും, ശരി നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ വേണമെങ്കിൽ ഇതിലൊരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ നിങ്ങൾ 2 പേരും മരിക്കും എന്നും പറഞ്ഞിട്ട് ഇവൻ രക്ഷപ്പെട്ടു എന്നും വിചാരിച്ച് ആ ഒരു സന്തോഷത്തിൽ അവൻ നിൽക്കുമ്പോൾ
മൈക്ക് ഇപ്പോൾ വേടിനെ നോക്കി ചിരിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. മൈക്ക്, എനിക്ക് നല്ലതുപോലെ അറിയാം നീ ഇത് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കാര്യം ചെയ്തത്. കുട്ടിക്കാലത്ത് നീ ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. നമ്മൾ ആ ഒരു സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തോക്കാനായിട്ട് നീയാണ് കാരണം. നിനക്ക് നിന്നെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ. അതേപോലെയാണ് നീ ഇപ്പോഴും ചെയ്തത്. നീ ഒരു സെൽഫിഷ് ആണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതുപോലൊരു കളി കളിച്ചത്. സത്യത്തിൽ ഇതാ ഒരു ടീച്ചറിന്റെ ടാബ്ലറ്റ് ഒന്നുമല്ല, ഇത് എനിക്ക് കഴിക്കാനുള്ളൊരു മരുന്നാണ്. ഇത് കഴിച്ചെന്നും പറഞ്ഞിട്ട് ആ ഒരു ഹിപ്നോസിസ് ട്രിഗറിൽ നിന്നും ഒരിക്കലും നീ രക്ഷപ്പെടുത്തൊന്നുമില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹീറോ പറഞ്ഞു കഴിയുന്നതും ഇപ്പൊ ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ഒരാളല്ലേ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം അറിയുന്ന നമ്മുടെ വീടാണെങ്കിലോ അവന് സഹിക്കാൻ കഴിയില്ല ഈ ഒരു രീതിയിൽ അവനെ പറ്റിക്കുമെന്ന്. ആ ഒരു ദേഷ്യത്തില് ഇവൻ ഓടി വന്ന് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നതും വയലൻസ് ആ ഒരു റൂള് ബ്രേക്ക് ചെയ്തെന്നുള്ള രീതിയിൽ ബേഡ് അതിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ് അവൻ സൂയിസൈഡ് ചെയ്ത് മരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും പേരൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാമെന്ന് പ്ലാൻ ചെയ്ത് അവനാണെങ്കിലോ ഇത്രയും റൂൾസ് അറിയാവുന്നവൻ, അവന്റെ മനസ്സിനെ മാത്രം അവന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മൈക്കാണെങ്കിലോ മൈക്കും ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിക്കുന്നതും അവനും ഇതുപോലെ ആ ഒരു റൂള് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കത്രി എടുത്ത് അവന്റെ വയറിലേക്ക് തന്നെ അവൻ കുത്തി. അവൻ മരിക്കുന്നതിന് മുന്നേ ഹീറോയിനോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുമല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാല് ആ ഒരു കൾട്ട് ഗ്രൂപ്പിനെ പറ്റി പോലീസിനോട് പറഞ്ഞ് അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്കും അവിടെ വെച്ച് മരിച്ചു പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, കുറേ സമയം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെയായി. ഇവരുടെ ആ ഒരു ഹിപ്നോസിസ് ട്രിഗർ ഉണ്ടല്ലോ, അതിൽ നിന്നും എല്ലാവരും ഇപ്പോൾ മോചിതരായി. പക്ഷേ എല്ലാവരും മരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ ഇരിക്കുന്നതും കുറേ കഴിഞ്ഞിട്ടാണ് പോലീസും ബാക്കിയുള്ളവരും ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അവർ വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഒന്നും അറിയത്തില്ല. നമ്മുടെ ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇതുപോലെ ഒരു പുതിയ സ്റ്റാഫ് നമ്മുടെ സ്കൂളിലേക്ക് വന്നു. അവന്റെ പേര് ഷിന്നാണെന്നും അവനാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരൻ. അവനാണെങ്കിൽ ഈ ഒരു സ്കൂളിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്ത് മരിച്ചു. അവന്റെ ശരീരം സ്കൂളിന്റെ ബാക്കിലുണ്ടാവുമെന്ന് ഹീറോയിൻ പറയുന്നതും ഹീറോയിൻ പറഞ്ഞത് കേട്ടിട്ട് ആ ഒരു സ്കൂൾ ക്യാമ്പസും അവൾ പറഞ്ഞ ആ ഒരു സ്ഥലം എല്ലായിടത്തും ചുറ്റി നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളുടെ ശരീരം പോലീസുകാർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവർ വന്നിട്ട് ഹീറോയിനോട് പറയും, മോളെ നീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളുടെ ശരീരം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല, വേറെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുമില്ല, വേറൊരു തെളിവും നമ്മുടെ ഹീറോയിന്റെ കയ്യിലില്ല. അതുമല്ല, ഹീറോയിൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള സ്റ്റാഫ്സിന്റെ അതേപോലെ തന്നെ സ്കൂൾ റെക്കോർഡ് ഇതെല്ലാം പരിശോധിച്ച് നോക്കിയിരുന്നു. പക്ഷേ ഷിൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സ്റ്റാഫ് ഇവിടെ വന്നതായിട്ടും ഒരു വിവരം അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ പറ്റിയുള്ള കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ വർഷമായി. പക്ഷെ ഇപ്പോഴും ഇവരെല്ലാവരും മരിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു കേസ് ഉടനെ തന്നെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അതും വലിയൊരു മാസമായിട്ടുള്ള സൂയിസൈഡ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കേസ് അവസാനിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഹീറോയിന് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന്. കൂടാതെ ഷിൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ, അയാൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചിട്ടും അയാളുടെ ശരീരം മാത്രം പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു 5 വർഷത്തിന് ശേഷം ഏതോ ഒരു മന്ത്രവാദം ചെയ്യുന്ന ആളുടെ മുന്നിലേക്ക് നമ്മുടെ ഹീറോയിൻ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ഷിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അയാളായിരുന്നു. എന്നിട്ട് ഹീറോയിൻ അവനെ ഇപ്പോൾ ഒരിടത്ത് കേട്ടിട്ടിട്ട് പറയും, നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് 5 വർഷമായി, പിന്നെ നിന്നെ പോലെ ഒരാളെ പോലീസിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ ചെയ്ത തെറ്റിനും ഇനി ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്കും നിനക്കുള്ള പണിഷ്മെന്റ് ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഇവർക്കിട്ട് കാണിച്ചു കൊടുത്ത ആ ഒരു വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലോ, അതേ വീഡിയോ അവന് തന്നെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് കണ്ണെടുക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവനും ആ ഒരു ഹിപ്നോസിസ് ട്രിഗറിൽ പെട്ടുപോകുന്നു. ഇപ്പോൾ ഒരേ ഒരാൾ മാത്രം ഉള്ളത് കൊണ്ട് ഇവൻ ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനും കഴിയത്തില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് അവനെ പിടിച്ച് അവനും ഒരു പണി കൊടുത്ത് എന്തായാലും അവസാനം അവനെ കൊന്ന് നമ്മുടെ ഹീറോയിൻ ആ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നതും. സത്യത്തിൽ ഈ ഒരു മൂവിയിൽ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കാത്ത ഒരേ ഒരാൾ നമ്മുടെ ഹീറോയിൻ മാത്രമായിരുന്നു. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഹീറോയിൻ അവസാനം രക്ഷപ്പെട്ടതും. അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എൻഡിങ്ങോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.